അങ്ങനെ ഇന്നും മക്കൾ പോയതിന് ശേഷം ഞാൻ എൻ്റെ നനച്ചുള്ളിപ്പണി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹാള് പെയിൻ്റ് അടിച്ചപ്പം ഈ ചെരുപ്പ് സ്റ്റാൻഡിലുള്ള ചെരുപ്പുകളൊക്കെ ഞാൻ പുറത്തേക്ക് വലിച്ചിട്ടിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ കഴുകി ഉണക്കിയിട്ട് വേണം അതിൽ അടുക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ കവറ് ഞാൻ അലക്കിയിട്ടിട്ടുണ്ട്. പിന്നെ രാവിലെ തന്നെ ഒരു ബ്ലാങ്കറ്റ് അലക്കിയിരുന്നു, അതും ഉണക്കാട്ട്. കുറച്ച് തുണികളൊക്കെ ഉണക്കാണ്ടായിരുന്നു, അതൊക്കെ ഉണക്കാട്ട്. പിന്നെ ചെരുപ്പുകളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ കഴുകി വെച്ചിട്ടോ. ഈ ചെരുപ്പുകൾ കാണുമ്പോഴേ എൻ്റെ 3 മക്കളതും എൻ്റെതും എൻ്റെ കെട്ടിയവൻ്റെതും മാത്രമാണ് കേട്ടോ. ഇത്രയും ചെരുപ്പുകൾ എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ആകെ ഒരു ചെരുപ്പ് ഉണ്ടാകുള്ളൂ. ആ ചെരുപ്പ് തന്നെ മദ്രസക്ക് പോകാനും അത് സ്കൂൾക്ക് പോകാനും വെയിലത്തും മഴയത്തും ഒക്കെ ഒരു ചെരുപ്പ് കേട്ടോ. ഇപ്പം എനിക്കും എൻ്റെ കുട്ടികൾക്കും എൻ്റെ കെട്ടിയവനക്കൊക്കെ അകത്തിടാനൊന്നും പുറത്തിടാനൊന്നും പോകാനൊന്നും വരാനൊന്നും പറഞ്ഞ പോലെ ചെരുപ്പാണ്. അൽഹംദുലില്ലാഹ്. അന്നത്തെ നിന്നൊക്കെ വെച്ച് നോക്കുമ്പം ഇന്നത്തെ മക്കൾക്കും നമുക്കും ഒന്നിനും ഒരു പഞ്ഞം പടച്ചോൻ തന്നിട്ടില്ല അല്ലേ. ഇഷ്ടം പോലെയാണ് ഉള്ളത്. അതേപോലെ തന്നെ കേട്ടോ ജെർക്കിന് എല്ലാവർക്കും ഈ 2 വീതം ഉണ്ട് കേട്ടോ. അപ്പോൾ തണുപ്പൊക്കെ പോയതല്ലേ, അപ്പോൾ ഇനി ജെർക്കിനുണ്ട് അലക്കാൻ, അതും ഒന്ന് അലക്കിയിടാന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ചൂടല്ലേ, അപ്പോൾ അത് അലക്കിയിട്ടാൽ അതും കഴിയുമല്ലോ. അങ്ങനെ ജെർക്കിൻ അലക്കിയിടാറുണ്ട്. പിന്നെ അതേപോലെ മദ്രസ ബാഗ്, സ്കൂൾ ബാഗൊക്കെ ഒരു 2-3 പഴയതൊക്കെ ഉണ്ട് കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഇവർ വല്ലാണ്ട് ചളിയാക്കി വരുമ്പോഴോ അല്ലെങ്കിൽ നനച്ച് വരുമ്പോഴൊക്കെ വേറൊന്ന് മാറ്റി കൊടുക്കണമല്ലോ. അപ്പം ഞാനത് എടുത്തു വെച്ചതുണ്ടായിരുന്നു. അപ്പം അതും ഒക്കെ ഒന്ന് അലക്കിടാണ്ട്. പിന്നെ ഈ നൂൽച്ചാക്കുകൾ ഞാനിത് മഴക്കാലത്ത് ഉപയോഗിക്കണം കേട്ടോ. ഉമ്മറത്ത് മക്കളിങ്ങനെ ചളിയൊക്കെ ചവിട്ടി വല്ലാണ്ട് കൊണ്ടുവരുമ്പോൾ ഈ നൂൽച്ചാക്ക് ഇട്ടാൽ നല്ല സമാധാനക്കാരം. അപ്പോൾ ഇത് മഴക്കാലം കഴിഞ്ഞാൽ കഴുകി എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ ഏതായാലും നനച്ചുള്ളിയല്ലേ, അപ്പോൾ അതും ഒന്ന് ഒലുമ്പിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് തന്നെ ജെർക്കിനൊക്കെ നല്ല സോപ്പും പൊടിയിലിട്ടിട്ട് ഒലുമ്പി വെള്ളം ചോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ജെർക്കിനൊക്കെ വെള്ളം ചോർന്ന് വന്നപ്പോഴേക്ക് നമ്മളെ ചാക്കും ഞാൻ ഫുള്ളായിട്ട് ഒന്ന് ഒലുമ്പി എടുത്തിട്ട് ഇവിടെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ചാക്കൊക്കെ ഒലുമ്പി എടുത്തിട്ട് ഒന്ന് വെള്ളം ചോരാൻ വേണ്ടിയിട്ട് 2 ആദ്യം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം ചോർന്നിട്ട് വേണം ബാക്കിയുള്ളത് തോരടാൻ കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ ബാഗുകളും ഒക്കെ ഒന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 നല്ലോണം വെള്ളം ചോർന്നപ്പം അത് അപ്പുറത്തെ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ചെരുപ്പ് നനയുമല്ലോ. അങ്ങനെ അത് അപ്പുറത്തെ ഭാഗത്തേക്ക് മാറ്റിയെടുത്തിട്ട് ബാക്കിയുള്ള ചാക്കുകൾ ഇവിടെ വെള്ളം ചോരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെള്ളം ചോർന്നിട്ട് വേണം ഇവിടെ നിവർത്തിയിടാൻ. അപ്പോഴേക്ക് നമ്മളെ ബാഗ് കൊടുന്ന് ഇവിടെ വെച്ചു കേട്ടോ. അപ്പോൾ ഈ അയലത്തെ തുണികളൊക്കെ എടുത്ത് ജെർക്കിനൊക്കെ മുൻഭാഗത്തേക്ക് ഇടണം കേട്ടോ. അപ്പോൾ മുൻഭാഗത്ത് ഇന്നലെ അലക്കിയിട്ടതാണ് ഈ തുണികൾ. അപ്പോൾ ഇതൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ തുണികളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ജെർക്കിനുകളൊക്കെ ഞാൻ അവിടെ കൊടുന്നിട്ടു. പിന്നെ നമ്മളെ ബാഗുകളൊക്കെ വെള്ളം ചോരാൻ വേണ്ടിയിട്ട് ക്ലിപ്പിട്ടിട്ട് അതും തോരടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നനച്ചുള്ളിപ്പണി ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം തന്നെ വൈകുന്നേരം ആയിട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.